അനന്തൻ, ഇപ്പോൾ ഈ അതായത് ദേവസ്വത്തിന്റെ പരാതി കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും അന്വേഷണം നടത്തുക? ഈ കോടതി ഉത്തരവിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ പ്രതികളാകുമെന്ന് പറയുമ്പോൾ ആ മത്സറിൽ ഒപ്പുവെച്ചിട്ടുള്ള 10 പേരടക്കമുണ്ട്. അവരൊക്കെ ഈ പ്രതിപട്ടികയിലേക്കായിരിക്കുമോ വരിക? എങ്ങനെയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം? അക്ഷയ, ഇപ്പോൾ വിജിലൻസിന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ ആ പരാതി അടിസ്ഥാനമാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ആ പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രതിസ്ഥാനത്ത് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ഈ കേസിൽ പ്രതികളാവുകയും ചെയ്യും. അപ്പോൾ കോടതി 3 കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിക്കുന്നത് ഒരു കുറ്റം കൂടി ആ എഫ്ഐആറിൽ ചുമത്തണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് അഴിമതി നിരോധന നിയമം ചുമത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതികളായി വരും എന്നുള്ള കാര്യം അതോടുകൂടി ഉറപ്പായി കഴിഞ്ഞു. ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രതികളാകുന്നത് കൊണ്ട് മാത്രമാണ് സംസ്ഥാന പോലീസ് മേധാവി അഴിമതി നിരോധന നിയമം കൂടി ആ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ പൂർത്തിയായില്ലെങ്കിൽ നാളെ രാവിലെയോടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനമാണെന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കൊച്ചിയിലെത്തിയത് തന്നെ ഒരുപക്ഷെ അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ ഒഴിവാക്കാനുള്ള നിയമപരിരക്ഷ തേടിയാകണം. ഏതായാലും ഉദ്യോഗസ്ഥരടക്കം ഈ നിയമപരിധിയിലെ നിയമ നടപടികളിലേക്ക് വരികയാണ്. ഒരു കോടതി നേരിട്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ചെയ്തുവെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമാണ് ഈ കേസിൽ പ്രതികളാകാൻ പോകുന്നത്. അതുകൂടാതെ ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് അന്വേഷണത്തിന്റെ വഴിയിൽ 1 ഡസനിലേറെ ആൾക്കാർ ഈ കേസിൽ പ്രതികളാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കോടതിയുടെ ഉത്തരവിൽ തന്നെ വായിച്ചെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് സ്വർണ്ണവാതിലിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ദ്വാരപാലക പാളികൾ 1 മാസം എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതൊക്കെ കോടതി ആ ഉത്തരവിൽ ഒരു നിശബ്ദത കോടതി പുലർത്തുന്നുണ്ട്. ആ നിശബ്ദത തന്നെയാണ് SITക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതും. അപ്പോൾ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള അണിയൊരുക്കങ്ങളാണ് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത്, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷയ, എന്തായാലും ആ അന്വേഷണം അത് നീങ്ങുകയാണ്. അനന്തൻ സൂചിപ്പിച്ച പോലെ തന്നെ കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ എഫ്ഐആർ ഇടാനുള്ള നീക്കത്തിനിടയിലായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിലിപ്പോൾ കൊച്ചിയിലെത്തിയ അഭിഭാഷകനെ കാണുന്ന ഈ നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത്. ബിനിൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബിനിൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിക്കുന്ന അഭിഭാഷകൻ ആരാണ്? ഒരുപക്ഷെ അത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകും പ്രേക്ഷകർക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി നേരത്തെ ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകരെ തന്നെയാണ് അദ്ദേഹം വീണ്ടും കണ്ടിരിക്കുന്നത്. മറ്റു പുതിയ അഭിഭാഷകരെയൊന്നുമല്ല അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ടി നേരത്തെ ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ള അഭിഭാഷകൻ തന്നെയാണ്. അതുകൊണ്ട് വലിയ ഒരു സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരെ ഒന്നുമായിട്ടല്ല അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കൃത്യമായി നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ തൻ്റെ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള അഭിഭാഷകരുമായി തന്നെ കൂടിയാലോചന നടത്തി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള താമസം ഉണ്ടാകുന്തോറും ഇതിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ സ്വതന്ത്രനായി തന്നെയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആവശ്യത്തിന് നിയമോപദേശങ്ങൾ തേടാനുള്ള അവസരമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാനുള്ള അവസരമുണ്ടാകുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും ആദ്യം അവർ പരസ്യമായി എടുത്തിട്ടുള്ള നിലപാട്, ആ നിലപാടിന് വിരുദ്ധമായിട്ടാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും തമ്മിൽ പിന്നീട് ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് പുറത്തേക്ക് വരേണ്ട കാര്യമാണ്. കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻസ് സംശയ നിഴലിലേക്ക് വരുന്നത് അവർ പരസ്യമായി എടുത്ത നിലപാട്, തങ്ങൾ സ്വർണത്തിന്റെ ഒരു തരിമ്പ് പോലും ഉണ്ടെങ്കിൽ അത് ആ ചെമ്പുപാളിയിൽ സ്വർണം പൂശി നൽകില്ല, തങ്ങൾക്ക് കിട്ടിയത് വെറും ചെമ്പുപാളിയാണ് എന്നതാണ്. പക്ഷേ ഈ ഹൈക്കോടതി ഉത്തരവ് വായിക്കുമ്പോൾ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ആ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് പ്രത്യേക ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സ്വർണം പൊതിഞ്ഞിരുന്ന ആ സ്വർണം അത് ഉരുക്കിയെടുത്തു, വേർതിരിച്ചെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സ്മാർട്ട് ക്രിയേഷൻസും തമ്മിലുള്ള ബന്ധമടക്കം പുറത്തേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്കാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത്. ഇതിൽ വരുന്ന ഓരോ കാലതാമസവും ഈ കേസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 2019 മുതലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ വഴിയുള്ള തെളിവുകൾ ശേഖരിക്കുക എളുപ്പമല്ല. മൊബൈൽ കോൾ റെക്കോർഡ്സുകൾ ലഭ്യമാകില്ല. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാകില്ല. സമയം ഉൾപ്പെടെ അത് തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെ ആ സമയത്തെ ഉപയോഗിക്കുമോ ഈ പ്രതിപട്ടികയിൽ നിരക്കാൻ പോകുന്ന ആളുകൾ എന്നുള്ളതാണ്. അനന്തൻ കൂടി തുടരുന്നുണ്ട്. അനന്തൻ, ഇത് ബിന്നിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ കുറെ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കടന്നു പോകുന്ന ഈ ദിവസങ്ങളൊക്കെ ഈ പറയും പോലെ സുപ്രധാനമായിട്ടുള്ളതാണ്.
അതിനിടയിലാണ് ഈ മുൻകൂർ ജാമ്യത്തിനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നീക്കം നടത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ വരികയും ചെയ്യുന്നത്. ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഏതിനായിരിക്കും പ്രാഥമികമായിട്ട് അന്വേഷണ സംഘം മുൻതൂക്കം കൊടുക്കുക? എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക? അക്ഷയ, ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസിനെയും കേന്ദ്രീകരിച്ച് തന്നെയാകും അന്വേഷണം മുന്നോട്ട് പോവുക. ഇപ്പോൾ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യം പറഞ്ഞത് എന്താണ്, ഞങ്ങൾക്ക് പുതിയ കോപ്പർ പ്ലേറ്റിൽ മാത്രമേ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും പഴകിയ സാധനങ്ങളോ മാലിന്യമോ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ഒരു പാളിയിൽ സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജി നമ്മുടെ പക്കലില്ല എന്നാണ് അവർ ആദ്യം വിശദീകരിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു മൊഴിയാണ് ഇന്നലെ ദേവസ്വം ആസ്ഥാനത്തെത്തി ദേവസ്വം വിജിലൻസിന് പങ്കജ് ഭണ്ഡാരി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് കോടതി ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ആ കോടതി ഉത്തരവ് വായിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുകൊടുത്ത സ്വർണം പൂശിയ പാളികളെല്ലാം അവർ ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർപെടുത്തിയെടുത്ത് അത് പങ്കുവച്ചിരിക്കുന്നു. ബാക്കി സ്വർണം പൂശി ശബരിമല സന്നിധാനത്തെ കൊടുത്തു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അവരുടെ ആദ്യ മാധ്യമങ്ങളോടുള്ള പ്രതികരണവും അവർ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത മൊഴിയിലും കോൺട്രഡിക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കോൺട്രഡിക്ഷനൊക്കെ കണ്ടെത്തുക. അതിൽ ഏതായാലും ഒരു കാര്യത്തിൽ വലിയ ദുരൂഹതയാണ്. ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അത് ഭക്തിയുടെ മറവിൽ ലക്ഷങ്ങൾക്ക് വിറ്റിട്ടുണ്ടോ, കോടികൾക്ക് വിറ്റിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനു പകരം ഈ നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ ഈ നാളെ മൊഴിയെടുക്കാൻ വരുന്നതിന് തൊട്ടു മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരിയും ചേർന്നൊരു ഗൂഢാലോചന നടത്തി നമ്മൾക്ക് മുകളിലേക്ക് അന്വേഷണം പോകണ്ട, അതുകൊണ്ട് നമുക്ക് ഒരു തിയറി ഇവിടെ അവതരിപ്പിക്കാം, നമ്മൾ ഉരുക്കി അത് അവസാനിപ്പിച്ചു, അത് വീതിച്ചെടുത്തു എന്നുള്ളൊരു കഥ അവതരിപ്പിച്ച് തൽക്കാലം അന്വേഷണത്തിന് നമ്മളിൽ നിർത്താം എന്നുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തം അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് അത് ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അനുവദിച്ചിരിക്കുന്ന 6 ആഴ്ചത്തെ സമയമാണ്. നിലവിലിപ്പോൾ ദേവസ്വത്തിന്റെ പരാതി DGP SITക്ക് കൈമാറിയിരിക്കുകയും ചെയ്യുന്നു. ഇന്നോ നാളെയോ FIR ഇടും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നുള്ള വിവരമാണ് അനന്തൻ പങ്കുവയ്ക്കുന്നത്.